കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് ഇഡി കോടതിയിൽ സമർപ്പിച്ചതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന എ.സി. മൊയ്തീൻ എം.എൽ.എ. ബി.ജെ.പി. ഡീലിന്റെ ഭാഗമായി സിപിഎം മുൻ ജില്ലാ സെക്രട്ടറിമാരെ സംരക്ഷിക്കുന്നതാണ് കുറ്റപത്രമെന്ന് അനിൽ അക്കര. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. തൃശൂർ ഗുരുവായൂർ പാതയിൽ റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ഇരിങ്ങാലക്കുടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്ക്. നെട്ടിശ്ശേരി ശിവപുരം റോഡിലെ 35ഓളം വീട്ടുകാർ വെള്ളക്കെട്ടിൽ. വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. ജില്ലയിൽ വീണ്ടും ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ചാലക്കുടിയെയും മാളയെയും വിറപ്പിച്ച 10ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ വീണ്ടും കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. സ്വരാജ് റൌണ്ടിലെ കെട്ടിടത്തിന്റെ മുകൾ നിലയാണ് ഇടിഞ്ഞു വീണത്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴിപ്പുള്ളിക്കരയിലെ മുനിയം ബണ്ട് തകർന്നു. താന്യം കല്ലങ്കരമാട് പ്രദേശത്ത് തീരം ഇടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളുടെയും കാനകളുടെയും ശുചീകരണം പാളി. വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് കൌൺസിലർമാർ കുളവാഴകളും ചണ്ടിയും ചുമന്ന് മേയറുടെ ചേംബറിലേക്ക് മാർച്ച് നടത്തി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് AIYF പ്രതിഷേധം ശക്തമാക്കുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം കലൂർ PM MLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CPM മുൻ ജില്ലാ സെക്രട്ടറിമാരെ ഇഡി പ്രതികളാക്കിയിട്ടുണ്ട്. പാർട്ടിയെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി. MM വർഗീസ്, A.C. മൊയ്തീൻ, K. രാധാകൃഷ്ണൻ MP തുടങ്ങിയവരെയും കേസിൽ പ്രതികളാക്കി. CPM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയായിരുന്ന K.C. പ്രേമരാജനും പ്രതിയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ CPM കൌൺസിലർ മധു അമ്പലപുരമാണ് കേസിലെ 1-ാം പ്രതി. CPM പൊറത്തിശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AR പീതാംബരൻ, സൗത്ത് ലോക്കൽ സെക്രട്ടറി MB രാജു എന്നിവരാണ് രാഷ്ട്രീയ പ്രവർത്തകരായ മറ്റു പ്രതികൾ. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികൾ കൂടിയുണ്ട്. ഇതോടെ കേസിൽ ആകെ പ്രതികൾ 83ആയി. തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 128 കോടി കണ്ടുകെട്ടിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന A.C. മൊയ്തീൻ MLA. വടക്കാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ പേരാരാ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പാർട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. കരുവന്നൂർ ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല. അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെൻ്റൽ നടപടി സ്വീകരിച്ചതാണ്. പിന്നീട് പോലീസ് നടപടി ഉണ്ടായി. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ED അതിന്മേൽ അന്വേഷണം തുടങ്ങിയത്. കേസിലെ പ്രധാന പ്രതികളെ മാപ്പ് സാക്ഷിയാക്കിയ ഇഡിയുടെ കുറ്റപത്രം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും A.C. മൊയ്തീൻ MLA പറഞ്ഞു. ഇഡിയുടെ നിലപാട് എന്താണെന്ന് രാജ്യവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ട്. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ല. ഇതിനൊന്നും മുന്നിൽ പകച്ചു പോകില്ല. ഇഡിയുടെ നടപടി കേരളത്തിൽ വിലപ്പോകില്ലെന്നും രാഷ്ട്രീയ ലാഭത്തിനായി BJP ഇഡിയെ ഉപയോഗിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇഡിയുടെ നിലപാട് എന്താണെന്ന് രാജ്യവും കേരളവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ED എങ്ങനെയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്. കേരളത്തിൽ പ്രത്യേകിച്ചു ED എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസി ഭരണകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണെന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി വിധികളിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ കാര്യത്തിലും ലോൺ കൊടുക്കാനോ കുടിശ്ശിക കുറച്ചു കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്തതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. പ്രത്യേക ലക്ഷ്യം വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. തൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെന്ന് ED എഴുതി തന്നിട്ടുണ്ട്. ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ട് മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും A.C. മൊയ്തീൻ ചൂണ്ടിക്കാട്ടി. TCV, വടക്കാഞ്ചേരി. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് കരുവന്നൂർ കേസിൽ ഇഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായി നേരിടുമെന്നും കെ.വി. അബ്ദുൽ ഖാദർ പറഞ്ഞു. കേന്ദ്ര ഭരണകക്ഷിയുടെ താൽപര്യങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കുറ്റപത്രത്തിൽ മുൻ ജില്ലാ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിയത്. കൊച്ചിയിലെ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസിൽപ്പെട്ട സമയത്ത് വാർത്തകൾ വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമം കൂടിയാണ് ഇപ്പോഴത്തെ കുറ്റപത്രം. കുഴൽപ്പണ കേസിന്റെ കുറ്റപത്രത്തിൽ ബി.ജെ.പിയെ ഒഴിവാക്കിയ അതേ ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇത്തരത്തിൽ നീതിയെ ബലി കഴിക്കുന്ന റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്നും KV അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ EDയുടെ അന്തിമ കുറ്റപത്രം ഭാഗികമാണെന്ന് അനിൽ അക്കര. CPM BJP ഡീലിന്റെ ഭാഗമായി മുൻ ജില്ലാ സെക്രട്ടറിമാരെ വ്യക്തിപരമായി പൂർണ്ണമായി സംരക്ഷിക്കുന്നതാണ് കുറ്റപത്രമെന്നാണ് കുറ്റപ്പെടുത്തൽ. 83 പ്രതികളടങ്ങിയ കേസിൽ 3 CPM മുൻ ജില്ലാ സെക്രട്ടറിമാർ ഒഴികെയുള്ളവരുടെ പേരിൽ വ്യക്തിപരമായ സാമ്പത്തിക നേട്ടമടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുൻ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരുന്ന AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് എന്നിവരുടെ പേരിൽ ഇത് ചുമത്തിയിട്ടില്ല. ഇവർക്ക് പാർട്ടിയുടെ രക്തസാക്ഷി പരിവേഷം നൽകുകയാണ്. കേസ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയാണ് ഇടിക്ക് തുടക്കം മുതൽ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത്. CPM നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള ധനസമ്പാദ്യത്തെക്കുറിച്ച് ഈ കേസിൽ ഒന്നും തന്നെ പറയുന്നില്ല. CPM നേതാക്കന്മാരായ 3 ജില്ലാ സെക്രട്ടറിമാർ പ്രതിയായി. അവരെ എല്ലാം രക്ഷപ്പെടുന്ന രീതിയിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. പാർട്ടിക്ക് വേണ്ടിയാണ് ഈ അഴിമതി, അല്ലെങ്കിൽ പാർട്ടിയുടെ ധനസമ്പാദനത്തിന് വേണ്ടിയാണ് ഈ അഴിമതി എന്ന രീതിയിലേക്ക് വന്നപ്പോൾ CPM നേതാക്കന്മാർക്ക് രക്തസാക്ഷി പരിവേഷം ഉണ്ടായ സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഇത് ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ കുറ്റപത്രം തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ CPMന് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലാണ് തയ്യാറാക്കിയത്. നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും നൽകുന്നതാണ് കുറ്റപത്രം. കേസ് നടത്തിപ്പിൽ EDക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡീലിന്റെ പൂർത്തീകരണം മാത്രമാണ് ഇപ്പോൾ ED നടത്തിയിരിക്കുന്നതെന്നും അനിലക്കര ആരോപിച്ചു. ഈ കേസിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പറഞ്ഞ വാക്ക് പാലിച്ച് CPM നേതാക്കന്മാർക്ക് ഭാവിയിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കുറ്റപത്രം എന്ന് പറയുന്നത് എമ്പുരാൻ സിനിമയുടെ 2ാം റീസെൻസറിങ് പോലെയുള്ള CPM BJP ഡീലിന്റെ ഭാഗമായി സെൻസർ ചെയ്ത ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കുറ്റപത്രമല്ല. പിണറായി അതുപോലെ തന്നെ മോഡിയും ഈ രാജ്യത്ത് ഭരിക്കുന്നിടത്തോളം കാലം ഇവരുടെ അഴിമതികളൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രഥമ ഉദാഹരണമായി ഈ കരുവന്നൂർ കേസ് മാറുകയാണ്. TCV തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് BJP നടത്തിയ ശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളുടെ വിജയമാണ് CPM ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചതെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്നും CPM രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ വൻ തട്ടിപ്പും കള്ളപ്പണ ഇടപാടുമാണ് ഇതെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. CPMന്റെയും സർക്കാരിന്റെയും കുപ്രചരണങ്ങളാണ് EDയുടെ കുറ്റപത്രത്തിലൂടെ തുറന്നു കാട്ടിയതെന്നും BJP ജില്ലാ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED കുറ്റപത്രം സമർപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യപരാതിക്കാരൻ സുരേഷ്. TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM നേരിട്ട് നടത്തിയ പകൽക്കൊള്ളയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. താൻ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതിനെ തുടർന്നാണ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കാരണം. സംഭവത്തിൽ സഹകരണ ഉദ്യോഗസ്ഥരെ കൂടി പ്രതികളാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശരിക്കും CPM സർക്കാരും ചേർന്ന് നടത്തിയ വൻ സഹകരണ കൊള്ളയാണ്. സഹകരണ ചരിത്രത്തിൽ ഏറ്റവും വലിയ കൊള്ള കേരളത്തിൽ നടത്തിയത് CPM ആണ്. അപ്പോൾ CPM കൊള്ള നടത്തി അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളായി വന്നിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ആ ജീർണതയും ആ മൂല്യച്ചോഷമൊക്കെ തന്നെ പൊതുജനം വിലയിരുത്തേണ്ടതാണ്. സത്യത്തിൽ CPM നേരിട്ട് നടത്തിയ പകൽക്കൊള്ള തട്ടിപ്പാണ് കരുതുന്നത്. ഇതിന് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരെ ശരിക്കും ഇത് കുറ്റക്കാരാക്കണം. അത് ED കള്ളപ്പണ ഇടപാട് വന്നോളുന്നില്ല. ക്രൈംബ്രാഞ്ച് എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു കുറ്റപത്രം തയ്യാറാക്കുന്നത് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലം മേഖലയിൽ മരങ്ങൾ വീണ് വ്യാപക നാശം. നിരവധിയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. കാക്കാത്തിരുത്തിയിൽ മരം കടപുഴകി റോഡിലേക്ക് വീണതിനെ തുടർന്ന് 3 പീടിക ഇരിങ്ങാലക്കുട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്ന് രാവിലെയുണ്ടായ കനത്ത കാറ്റിൽ 3 പീടിക സെന്ററിന് തെക്ക് വശത്ത് ദേശീയപാതയിലേക്ക് മരം വീണു. 3 പീടിക APJ അബ്ദുൽ കലാം റോഡിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റ് മുടിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം മേഖലയിൽ ഇന്നലെ മുതൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി. തൃശൂർ ഗുരുവായൂർ പാതയിൽ അമല പരിസരത്ത് റെയിൽവേ ട്രാക്കിലെ ഇലക്ട്രിക് ലൈനിലേക്ക് മരം വീണ് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുലർച്ചെയാണ് മരം വീണത്. ഇതോടെ ഗുരുവായൂരിലേക്കും തിരിച്ചുമുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിലും ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും വീടുകൾക്ക് ഭാഗികമായി നാശം സംഭവിച്ചു. വെള്ളിക്കുളങ്ങര കൊടുങ്ങയിൽ ചെറിയറപ്പായിയുടെ വീടിന് മുകളിലേക്ക് മരം വീണ ട്രസ് തകർന്നു. പ്രദേശത്ത് നിരവധി ഫലവൃക്ഷങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്.
കോടാലി മോനോടി റോഡിൽ കടമ്പോട് ഭാഗത്ത് സ്വകാര്യ പറമ്പിൽ നിന്നിരുന്ന മരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കടമ്പോട് തൈപ്പറമ്പിൽ വിനുവിന്റെ വീട്ടുമുതൽ മരം വീണ് തകർന്നു. കടമ്പോട് സ്കൂളിന് സമീപം കൂടപ്പുഴ വിനീഷിന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വീടിന് ഭാഗികമായി കേടുപറ്റി. ചെട്ടിച്ചാൽ മാരിയമ്മൻ കോവിൽ റോഡിന് കുറുകെ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. KSEB വെള്ളിക്കുളങ്ങര സെക്ഷൻ കീഴിലെ വിവിധ പ്രദേശങ്ങളായി നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഇതുമൂലം വൈദ്യുതി വിതരണം പരക്കെ തടസ്സപ്പെട്ട നിലയിലാണ്. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുടയിൽ വീട് തകർന്നു വീണ വയോധികയടക്കം 2 പേർക്ക് പരിക്കേറ്റു. KEC സോൾവെന്റ് കമ്പനിക്ക് സമീപം പാറപ്പുറം വീട്ടിൽ സുധാദേവിയുടെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. അപകട സമയത്ത് വയോധികയായ സുധാദേവിയും മകൻ ഉമാശങ്കറിന്റെ ഭാര്യ നിഷയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര തകർന്ന് ഉറങ്ങിക്കിടന്ന ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ നിഷയെയും സുധാദേവിയെയും സമീപവാസികൾ ഉടൻ തന്നെ ഓടുകൾ നീക്കി പുറത്തെടുത്ത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ കാലവർഷക്കെടുതി തുടരുന്നു. എടവിലങ്ങ് എറിയാട്, ശ്രീനാരായണപുരം എന്നീ പഞ്ചായത്തുകളിൽ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തോടുകളും കുളങ്ങളും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. എടവിലങ്ങ് പൊടിയൻ ബസാറിൽ കാരക്കുളത്ത് അശോകന്റെ വീടിന് മുകളിൽ മരം വീണു. അപകടത്തിൽ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. ശ്രീനാരായണപുരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വശത്ത് തോപ്പിൽ ശാന്തയുടെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. കോട്ടപ്പുറം കോട്ടയിൽ തേക്കുമരം കടപുഴകി വീണ് വീട് തകർന്നു. കല്ലറയ്ക്കൽ ജോണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. ശക്തമായ കാറ്റിൽ അഴീക്കോട് ലൈറ്റ് ഹൌസ് പരിസരത്ത് കപ്ലിക്കൽ ഷാജിയുടെ വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാട് സംഭവിച്ചു. കനത്ത മഴയിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് തിരുനെല്ലൂർ തണ്ണീർക്കായൽ മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറി. മുല്ലശ്ശേരി KLDC കനാലിന് സമീപമുള്ള തിരുനെല്ലൂർ മേഖലയിലും തണ്ണീർക്കായൽ പാടശേഖരത്തിന് സമീപമുള്ള വീടുകളിലുമാണ് വെള്ളം കയറിയത്. VK ഇബ്രാഹിം, മുറാത്ത് മുഹമ്മദ് അലി, മുഹമ്മദ് ഉണ്ണി, സലാം, കാസിം, റഷീദ് മതിലകത്ത്, ഷിഹാബ് ഇബ്രാഹിം, P നസീർ തുടങ്ങിയവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മഴ കനത്തതോടെ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. നെട്ടിശ്ശേരി ശിവപുരം റോഡിലെ 35ഓളം വീട്ടുകാർ വെള്ളക്കെട്ടിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് നെട്ടിശ്ശേരി ശിവപുരം റോഡിലാണ്. മഴ ശക്തമായതോടെ ജില്ലയിലെ പല താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ടിലാണ്. നമുക്ക് ജനങ്ങളുടെ പ്രതികരണം അറിയാം. അപ്പോൾ ഇവിടെ എത്ര വീട്ടുകാരാണ് ഈ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായിരിക്കുന്നത്? 30-30 വീടുണ്ടോ. എന്താ ഈ വെള്ളക്കെട്ടിന് കാരണം? വെള്ളക്കെട്ട് റോഡ് ഉയർന്നു, അതന്നെ. ഇപ്പൊ ഇവിടെ വെള്ളം താന്നു പോയി. ഇപ്പൊ കാനകളുണ്ടോ? കുറെ സാധനങ്ങൾ കൊണ്ട് തട്ടി. ഇവിടെ കാനകളൊക്കെ ഉണ്ടോ ഈ വെള്ളക്കെട്ടിന് പ്രതിരോധം? ഇല്ല, ഒരു കാനില്ല ഇവിടെ. 16-ാം ദിവസം മേരുടെ സ്ട്രീറ്റിലാണ്. ഇന്ന് 2 കൊല്ലം ഇങ്ങനെ കിടന്നിട്ട് 2 കൊല്ലമായിട്ടും തിരിഞ്ഞു നോക്കണില്ല അവര്. ഈ റോഡ് ഉയർന്നു, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിൽക്കണം. ഇപ്പം മിനിഞ്ഞാന്ന് നല്ല കുട്ടികൾ വീണു. ഇനി സ്കൂൾ തുറക്കാണ്, കുട്ടികൾ ഇനി വീഴും. വീണുവരെ സംഭവിച്ചാൽ പറയാനില്ല, ചോദിക്കാനില്ല. വെള്ളം നോക്കി കയറി വരുന്നുണ്ട്. ഇപ്പൊ നടക്കാൻ പറ്റില്ല. ഇപ്പൊ മുട്ടിൽ ആരൊക്കെ വെള്ളം നടന്നു നോക്കിയാൽ അറിയാം. വണ്ടി മരമല്ല, വണ്ടി ഓഫ് ആവുക. പ്രളയഭീതി ഉണ്ടോ? ഇവിടെയൊക്കെ വെള്ളം കയറി, വീട്ടിലേക്ക് വെള്ളം കയറുന്നുണ്ട്. അവര് മുറ്റത്തൊക്കെ വെള്ളം, അങ്ങോട്ട് കണ്ടമാനം വെള്ളം വരും. ഈ വെള്ളക്കെട്ട് എത്രമാത്രം ഉയരാറുണ്ട്? ഇതിലും കുറച്ചും കൂടെ ഒക്കെ അങ്ങോട്ട് കയറാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വണ്ടി കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത്. നടക്കാനായാലും നമുക്ക് സ്ലിപ്പാവലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഭയങ്കര ഇതാണ്. കുട്ടികൾക്ക് അവധിയാണ്, പക്ഷെ കുട്ടികൾ കളിക്കാനൊക്കെ പോകുന്ന റോഡാണ്. അപ്പൊ എങ്ങനെയാണ് അവസ്ഥ? കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ഓട്ടോ വിളിച്ചാലും ഇപ്പോൾ എല്ലാവർക്കും മടിയെടുത്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇവിടെ എത്ര വീട്ടുകാരുള്ളത് മൊത്തം? വീട്ടുകാരിപ്പോ മൊത്തം നോക്കുമ്പോ 35 വീടുണ്ട്. പക്ഷെ ഒക്കെ ഈ കയ്യിനും കാലിനും വയ്യാത്ത ആൾക്കാരാണേ. നടന്നു പോകാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഈ കുട്ടിലും കുഴിയിലൊക്കെ വീണ
കാലക്കൊടിഞ്ഞ് കുടുംബത്തിൽ പോയി കിടക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാ വെള്ളം എന്താ അവിടം വരെ കയറണേ. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവരുടെ മുറ്റത്തായിരുന്നു കുറേ അവരുടെ വീട്ടിലേക്ക് കിടക്കും. പക്ഷെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ച് ഇത് കാണണം. അതാണ് ഇപ്പം ഞങ്ങളുടെ ആവശ്യം. ഇതാണ് ഈ ജനങ്ങൾക്ക് പറയാനുള്ളത്. വെള്ളക്കെട്ടിനൊരു പരിഹാരം കാണണം എന്നുള്ളത് തന്നെയാണ് നെട്ടിശ്ശേരി ശിവപുരം നിവാസികളുടെ അവസ്ഥ. റോഡ് നിർമ്മാണത്തിലെ ശോചനീയാവസ്ഥയും അതുപോലെ തന്നെ കാന നിർമ്മിക്കാത്തതുമാണ് ഇപ്പോൾ നെട്ടിശ്ശേരി റോഡിൽ ഈ ഒരു വലിയ ദുരിതത്തിന് കാരണമെന്നാണ് ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സൈകേഷ് വളാൻകര, TC ന്യൂസ്. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചൂട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ലെന്നും മരച്ചൂട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചിലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയുടെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. വീടിന്റെ ടെറസിലും ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി 1077 എന്ന നമ്പറിൽ മുൻകൂട്ടി തന്നെ ബന്ധപ്പെടുകയും മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുമാണ്. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായിടത്തേക്ക് മാറി നിൽക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് TCV. ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് വീണും മറ്റും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞുകിടക്കാനോ സാധ്യതയുണ്ടെന്നും പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്നും KSEB. പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി പ്രവാഹമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുതെന്നും KSEB അധികൃതർ അറിയിച്ചു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ കടലേറ്റം രൂക്ഷം. കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി, മുനക്കിക്കടവ് എന്നിവിടങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ കടൽക്ഷോഭത്തെ തുടർന്ന് കടലേറ്റം രൂക്ഷമായത്. കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി റോഡ് മുങ്ങിയ സ്ഥിതിയാണ്. മെയിൻ റോഡ് കടന്ന് പഞ്ചായത്ത് റോഡ് വരെ വെള്ളമെത്തി. കഴിഞ്ഞ ദിവസവും മേഖലയിൽ കടലേറ്റം രൂക്ഷമായിരുന്നു. കടൽ ഭിത്തിയില്ലാത്ത ഭാഗങ്ങളാണ് കടൽവെള്ളം അടിച്ചുകയറിയത്. വെള്ളം കയറിയ വീടുകളിലെ പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. പുന്നംപറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ 41 വയസ്സുള്ള രേണുകയാണ് മരിച്ചത്. ശക്തമായ മഴയിലും തുടർന്നുണ്ടായ ഇടിമിന്നലിലും ഇടയ്ക്ക് വീട്ടിൽ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ വാടക വീടിന്റെ പുറകുവശത്തുള്ള ഗ്രില്ലിൽ നിന്നാണ് രേണുകയ്ക്ക് ഷോക്കേറ്റത്. ഷോക്കേറ്റ് രേണുക നിലത്ത് വീണപ്പോൾ സമീപത്ത് കളിക്കുകയായിരുന്ന 10 വയസ്സുകാരിയായ മകൾ ദേവാഞ്ജന ഓടിയെത്തി അമ്മയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോക്കേറ്റതിനെ തുടർന്ന് കുട്ടി നിലവിളിച്ചു. ഈ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രേണുകയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുല്ലശ്ശേരി പാടൂരിൽ റോഡരികിലെ തോട്ടിൽ വീണ വയോധികന് ദാരുണാന്ത്യം. പാടൂർ റോഡിന് സമീപം താമസിക്കുന്ന 80 വയസ്സുള്ള പത്യാല ബാലനെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ തോട്ടിലെ വെള്ളക്കെട്ടിൽ വീണ നിലയിൽ കണ്ടത്. നാട്ടുകാർ ഉടൻ തന്നെ ബാലനെ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശക്തമായ ചുഴലിക്കാറ്റിൽ ചാലക്കുടി മേഖലയിൽ കനത്ത നാശം. 8 വീടുകൾ ഭാഗികമായി തകർന്നു. 100ഓളം പറമ്പുകളിൽ കാർഷിക വിളകളും നശിച്ചു. 14 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. പലയിടത്തും വൈദ്യുതി വിതരണവും നിശ്ചലമായി. നഗരസഭാ പരിധിയിലെ പടിഞ്ഞാറെ ചാലക്കുടി മേഖലയിലായിരുന്നു അതിശക്തമായ ചുഴലിക്കാറ്റുണ്ടായത്. മൂഞ്ഞേലി, IRM LP സ്കൂൾ എന്നിവിടങ്ങളാണ് 60ലധികം വീട്ടുകാരുടെ കാർഷിക വിളകൾ കാറ്റിൽ നശിച്ചത്. വലിയ ജാതിമരങ്ങളും കവുങ്ങ്, പ്ലാവ് എന്നിവ കടപുഴകി. പലയിടത്തും വാഴത്തോട്ടങ്ങൾ നിലംപരിശായി. ഇവിടെ മാത്രം 5 വീടുകൾക്കാണ് തകർച്ച നേരിട്ടത്. മനപ്പടി ഭാഗത്ത് പൂനാലി വളപ്പിൽ ജോർജിന്റെ ടെറസ് വീട്ടിലെ ഷീറ്റ് ഒന്നടങ്കം പറന്നുപോയി തൊട്ടടുത്ത 2 വീടുകളായി പതിച്ചു. പൊന്നിരിശ്ശേരി, മിനി, തരകൻ, ശോശാമ്മ എന്നിവരുടെ വീടുകളാണ് ഇതുമൂലം ഭാഗികമായി തകർന്നത്. വാര്യത്ത് രാധയുടെ വീടിന് മരം വീണ് കേടുപാടുണ്ടായി. ചില്ലായി മോഹനൻ, കുറ്റിയിൽ പോൾ എന്നിവരുടെ ജാതിത്തോട്ടങ്ങളും വാഴ, കവുങ്ങ് എന്നിവയും ഒടിഞ്ഞു വീണു. മാമ്പറക്കാട്ടിൽ നിർമ്മലയുടെ വീടിന് മുകളിൽ തേക്ക് മരം വീണു. ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് ഗേറ്റ് കാറ്റിൽ പറന്നുപോയി. തൊട്ടടുത്ത മരത്തോമ്പള്ളി ഭരതക്ഷേത്രം റോഡിൽ പ്ലാവ് വീണ് 2 ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു. മേലൂർ പഞ്ചായത്തിലെ പൂലാനിയിലും 3 വീടുകൾക്ക് നാശനഷ്ടങ്ങൾ നേരിട്ടു. ഇവിടെ 20ഓളം വീടുകളിലെ ജാതിമരങ്ങളും വാഴകൃഷിയും നശിച്ചു. അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിൽ മരം വീണു. 1 മണിക്കൂറോളം ആളുകളെ കടത്തിവിട്ടില്ല. മലക്കപ്പാറ റോഡിൽ പലയിടത്തും റോഡിന് കുറുകെ മരങ്ങൾ വീണു. ഇവിടുത്തെ വാഹന ഗതാഗതവും 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. അതിരപ്പള്ളിയിലെ റിസോർട്ടുകളിൽ മരങ്ങൾ വീണു.
നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പനും വാർഡ് കൌൺസിലർമാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചാലക്കുടി അഗ്നിശമന സംഘവും വിവിധ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി. TCV ന്യൂസ്, ചാലക്കുടി. കാട്ടകാമ്പാലിൽ മിന്നൽ ചുഴലിയിൽ വീടിന് മുകളിലെ ഷീറ്റ് റോഡിലേക്ക് വീണു. പഴഞ്ഞി ചെറുതുരുത്തി സ്വദേശി അബിയുടെ വീടിന് മുകളിലെ ഷീറ്റാണ് പൂർണ്ണമായും ഇളകി റോഡിലേക്ക് വീണത്. ഈ സമയം റോഡിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാ സേനയും സംഘവും നാട്ടുകാരും ചേർന്ന് ഷീറ്റ് മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൃശൂർ നഗരഹൃദയത്തിൽ വീണ്ടും കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. സ്വരാജ് റൌണ്ടിലെ കെട്ടിടത്തിന്റെ മുകളിലെ നിലയാണ് ഇടിഞ്ഞു വീണത്. തൃശൂർ കുറുപ്പൻ റോഡ് ജംഗ്ഷന് സമീപം സ്വരാജ് റൌണ്ടിൽ മനോരമ ബിൽഡിംഗ് എന്ന കെട്ടിടത്തിന്റെ മുകളിലെ നിലയാണ് ഇടിഞ്ഞു വീണത്. ദീർഘനാളായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്ന ഈ കെട്ടിടത്തിന്റെ മുൻവശത്തെ ചില്ല് മാസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണ് കാൽനടയാത്രക്കാരന് പരിക്കേറ്റിരുന്നു. ഈ കെട്ടിടത്തിന്റെ അടിയിൽ 4 കടകളാണ് പ്രവർത്തിച്ചിരുന്നത്. കോർപ്പറേഷന്റെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ കെട്ടിടവും. നഗരത്തിലെ അപകടാവസ്ഥയിൽ ഉള്ളതോ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതോ ആയ 271 കെട്ടിടങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് TCV ഈ മാസം 20-ന് വാർത്തയും നൽകിയിരുന്നു. ഇത്തരത്തിൽ ദുരന്ത സമാനമായിട്ടുള്ള നിരവധി കെട്ടിടങ്ങളാണ് തൃശൂർ നഗരപ്രദേശത്തുള്ളത്. TCV ന്യൂസ്, തൃശൂർ. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴുപ്പള്ളിക്കരയിലെ മുനിയം ബണ്ട് തകർന്നു. താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്ത് തീരമിടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് മുനയം ബണ്ട്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ത് കനോലി കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരികെ വരാതെ നോക്കാനുള്ള സംവിധാനമാണിത്. ഉപ്പുവെള്ളം തിരികെ കയറി സമീപ പ്രദേശങ്ങളിലെ കൃഷിക്കും ഗാർഹിക ആവശ്യത്തിനുമായുള്ള വെള്ളത്തിനും ദോഷമില്ലാതിരിക്കാനാണ് വർഷം തോറും 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് താൽക്കാലിക തടയണ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്നത്. മുളയും ചാക്കും മണ്ണും ചേർത്തുള്ള നിർമ്മിതിയിൽ അഴിമതി ഉണ്ടെന്നുള്ളത് സ്ഥിരം പരാതിയാണ്. കരുവന്നൂർ പുഴ നിറഞ്ഞ വലിയ രീതിയിൽ വെള്ളം എത്തിയപ്പോൾ ബണ്ട് തകർന്ന വെള്ളം കനോലി കനാലിലേക്ക് പ്രവഹിക്കുകയാണ്. ഇതിനൊപ്പം താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്തുള്ള 8 കുടുംബങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. വെള്ളം കുത്തിയൊലിച്ചു പോയി തുടങ്ങിയതു മുതൽ ഇവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും ബണ്ട് തകർച്ചയ്ക്ക് കാരണമായി പറയുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടികൾ വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ മുതൽ കെട്ടിന് മുകളിൽ കൂടെ ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപവാസികൾ കോൺട്രാക്ടറെയും AE വിളിച്ചറിയിക്കുകയും ചെയ്തു. വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെൻറ്റും പെരുമാറുന്നത്. ഇന്നലെ 3 മണി മുതൽ കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയിട്ടും വെറും ഒരാളെ നിർത്തി കുത്താമ്പാറ കൊണ്ട് മുകളിലെ മണ്ണ് നീക്കി ഈ ബണ്ടിൻ്റെ ചെരിഞ്ഞ ഭാഗമായ പടിഞ്ഞാറ് വശത്ത് കൂടി വെള്ളം ഒഴുക്കി വിട്ടതിന് ഫലമായിട്ടാണ് ഇന്ന് കെട്ട് തള്ളി ഈ സൈഡ് മുഴുവൻ തള്ളിപ്പോയത്. ഏകദേശം 10-12 സെൻറ്റ് സ്ഥലം ഇന്ന് ഒലിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോഴും വീട്ടുകാർ ഭീഷണിയിലാണ്. ഭാഗത്ത് കള വയ്ക്കാനായിട്ട് അവരത് തുറക്കാണ്ടാണ് ഈ പടിഞ്ഞാറ് സൈഡ് കള തുറന്നത്. അത് ആ മണ്ണെടുത്ത് കയറ്റി വിൽക്കേണ്ട കാരണം ആ മണ്ണ് കയറ്റിയെടുത്ത് വിൽക്കേണ്ട കാരണം അവിടെ കള വയ്ക്കാൻ ചെയ്തത്. അത് ആദ്യമേ അവിടെ കിഴക്കേ ഭാഗത്ത് കള വയ്ക്കാൻ വെച്ചാൽ ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. ആ കള തുറക്കാണ്ടാണ് പടിഞ്ഞാറ് സൈഡ് കള വെച്ച് ഈ വീടും ഈ പരിസരം മുഴുവൻ ഈ മണ്ണടിച്ച് കൊടുത്തത്. കരുവന്നൂർ ജലപദ്ധതി, കുടിവെള്ള ജലപദ്ധതി, അതുപോലെ തന്നെ മറ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഇതൊക്കെ നടക്കുന്നത് ഈ മുനയം ബണ്ട് കൂടെ കെട്ടിയതിന് ശേഷമാണ് ഇതിനെല്ലാം ശാശ്വതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ജലപദ്ധതി ഇന്നോളം അത് ശാശ്വതമായ ഒരു ബണ്ട് നിർമ്മാണം എന്നത് പൂർത്തീകരിക്കാനാകാതെ ഇന്ന് ജീവന് ഭീഷണിയായിട്ടാണ് ഈ നാട്ടുകാർ ഇന്ന് ജീവിക്കുന്നത്, ഇരുകരകളിലും ജീവിക്കുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളും കാനകളും ശുചീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് കൌൺസിലർമാർ കുളവാടുകളും ചണ്ടിയും ചുമന്ന് മേയറുടെ ചേംബറിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാലിന്യങ്ങൾ മേയറുടെ ഔദ്യോഗിക വാഹനത്തിന് മുകളിൽ നിക്ഷേപിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിലാണ് ചേറൂർ കട്ടച്ചിറ തോട്ടിൽ നിന്ന് പായലും കുളവാഴകളും കുട്ടയിൽ ചുമന്ന് കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഏപ്രിൽ 26-ന് മുൻപ് കോർപ്പറേഷൻ പരിധിയിലെ വലിയ തോടുകളും കാനകളും ശുചീകരിക്കുമെന്ന മേയറുടെ വാക്ക് പാഴായതായി രാജൻ പല്ലൻ പറഞ്ഞു. മേയർ വാഗ്ദാനം ചെയ്തത് ഏപ്രിൽ 15-ന് മുമ്പ് വലിയ തോടുകളിലെ ക്ലീനിംഗ് പൂർത്തീകരിക്കുമെന്നാണ്. തുടർന്നുണ്ടായ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മേയർ പറഞ്ഞത് ഏപ്രിൽ 15-ന് മുമ്പ്
തൃശ്ശൂർ കോർപ്പറേഷനിലെ മുഴുവൻ തോടുകളുടെയും കാനകൾ തോടുകൾ ശുചീകരിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് മെയ് 26 ഈ കാണുന്ന കൗൺസിലർമാരുടെ ഡിവിഷനിലൊന്നും ആരംഭിച്ചിട്ട് പോലുമില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ചേറൂർ റോഡിലുള്ള കട്ടച്ചിറ പാലത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധമാണ്. ഈ കാണുന്ന കൗൺസിലർമാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഡിവിഷനിലുള്ള കൗൺസിലർമാരുടെ തോടുകൾ മാത്രം ക്ലീൻ ചെയ്തില്ലെന്ന് പരാതി കൊണ്ട് കട്ടച്ചിറ പാലത്തിൽ നിന്നും ശേഖരിച്ച ഫയലുമായി ഞങ്ങൾ മേയർ ചേംബറിലേക്ക് മേയർക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ഈ മേയർ കൃത്യമായി ഉത്തരം പറയാതെ ഇത്ര ദിവസം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മേയർ ഈ ഉറപ്പ് നൽകാതെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല. കൗൺസിലർമാരായ EV സുനിൽ രാജ്, ജോൺ ഡാനിയൽ, സിന്ധു ആൻഡോ ചാക്കോള, ലാലി ജെയിംസ്, അഡ്വക്കേറ്റ് വില്ലി, മേഴ്സി അജി, റെജി ജോയ്, മുകേഷ് കുളപ്പറമ്പിൽ, ലീല വർഗീസ് എന്നിവരാണ് മാർച്ച് നടത്തിയത്. മാർച്ച് കോർപ്പറേഷന് മുന്നിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കൗൺസിലർമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് AIYF സമരരംഗത്ത്. വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചേറൂരിലുള്ള ക്യാമ്പ് ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. ചെമ്പൂക്കാവിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസിന് മീറ്ററുകൾക്ക് മുൻപേ പോലീസ് റോഡിൽ ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. ഇത് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മഴയിൽ പോലീസിന്റെ ജലപീരങ്കി കൂടിയായപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നനഞ്ഞു കുളിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദേശീയപാതാ വിഷയത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സമരവേദികളിൽ പോയി ഡാൻസ് കളിക്കുന്ന അദ്ദേഹം ഈ വിഷയത്തിൽ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നത്. നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും വത്സരാജ് കുറ്റപ്പെടുത്തി. നാഷണൽ ഹൈവേ പണി പൂർത്തിയാക്കിയ ഇടങ്ങളിൽ അവിടെ മണ്ണിടിഞ്ഞ് ഹൈവേ പൊളിയുന്ന സാഹചര്യം ഉണ്ടായി. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെന്റ് ഉപരിതല ഗതാഗത വകുപ്പ് തീർച്ചയായും അതിന് ഉത്തരവാദികളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് കേരള ഗവൺമെന്റിനെതിരാക്കി തിരിച്ചുവിടാൻ തൃശ്ശൂരിന്റെ MP അവിടെ പോയി കോമാളി കളിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹം ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി ജനങ്ങൾ തന്റെ പക്ഷത്ത് നിൽക്കും എന്നാണ് അദ്ദേഹം കരുതുന്നത്. എന്നാൽ അദ്ദേഹം ഒരു ഭരണാധികാരി കൂടിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സഹമന്ത്രി കൂടിയാണ് എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ നാടിന്റെ ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം നാട്ടിലെ ജനങ്ങളുടെ പ്രയാസത്തിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും നിർവഹിക്കണമെന്നാണ് ഈ സമരത്തിലൂടെ AIYF മുന്നോട്ട് വയ്ക്കുന്നത്. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, മണ്ഡലം സെക്രട്ടറി GM അഖിൽ, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എന്നിവർ സംസാരിച്ചു. പ്രശ്നപരിഹാരം ഉണ്ടാകും വരെ ദേശീയപാതയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ ഇനിയും സുരേഷ് ഗോപി തയ്യാറായില്ലെങ്കിൽ വഴിതടയൽ ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. TCV, തൃശൂർ. സമരത്തിന്റെ പേരിൽ തൃശൂരിൽ പോലീസ് വഴി അടച്ചുകെട്ടിയത് 2 മണിക്കൂറിലധികം. കനത്ത മഴയിൽ കാൽനട പോലും സാധ്യമാകാതെ നട്ടം തിരിഞ്ഞ് യാത്രക്കാർ. പോലീസ് നടപടിക്കെതിരെ വിമർശനം ശക്തം. AIYFന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചേറൂരിലുള്ള ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ പേരിലായിരുന്നു പോലീസിന്റെ വഴിതടയലും അടച്ചുകെട്ടലും. 11 മണിയോടെ പറഞ്ഞ മാർച്ച് മഴയും മറ്റും കാരണം വൈകിയാണ് തുടങ്ങിയത്. എന്നാൽ പ്രവർത്തകർ എത്തും മുൻപേ പോലീസ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. പോരാത്തതിന് ക്യാമ്പ് ഓഫീസിന് സമീപം ബാരിക്കേഡുകൾ നിരത്തി പൂർണ്ണമായും റോഡ് അടച്ചും കെട്ടി. ഇതോടെ ചെമ്പൂക്കാവിൽ നിന്ന് രാമവർമ്മപുരത്തേക്കുള്ള പ്രധാന റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്തുള്ളവർക്ക് പോലും തൊട്ടടുത്ത ക്ലിനിക്കുകളിലേക്കോ വീടുകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ നടന്നുപോലും പോകാൻ കഴിയാത്ത അവസ്ഥയായി. ശക്തമായ മഴയിൽ വാഹനങ്ങളിൽ സമീപത്ത് നിന്നെത്തിയ പലരും ഇടവഴിയിലൂടെ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയായത്. ഇതിനിടെ കാൽനടയാത്രക്കാരായ സ്ത്രീകൾ വടവും ബാരിക്കേഡും പോസ്റ്റുമെല്ലാം സൃഷ്ടിച്ച പ്രതിസന്ധിയെ ഏറെ പണിപ്പെട്ട് മറികടന്നാണ് മറുകരയെത്തിയത്. ഇടതടവില്ലാതെ ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡ് മണിക്കൂറുകൾ കെട്ടിയടച്ചതോടെ ഈ വഴിയുള്ള യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടും ചില്ലറയല്ല. പാതി വഴി ഇറങ്ങി വണ്ടി വിളിച്ചാൽ പോലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാത്ത ഗതികേടിലായി പലരും. കോരിച്ചൊരിയുന്ന മഴയത്ത് തിരക്കേറിയ റോഡിൽ സമരക്കാർ എത്തും മുൻപേ ഇത്തരത്തിൽ മണിക്കൂറുകളോളം റോഡടച്ചു കെട്ടി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ പോലീസിന്റെ നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. TCV,
തൃശൂർ. കാലവർഷക്കെടുതികളെ നേരിടാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 25-അംഗ ദുരന്ത നിവാരണ സ്ക്വാഡുകൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഓരോ മണ്ഡലത്തിലും രൂപീകരിക്കുന്ന സ്ക്വാഡുകളിലെ അംഗങ്ങളുടെ പേരും ഫോൺ നമ്പറും പ്രദേശത്തെ എല്ലാ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ലഭ്യമാക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയത്ത് നടത്താത്തതുമൂലം കടുത്ത പ്രതിസന്ധിയിലാണ് ജനങ്ങൾ. മഴവെള്ളം ഒലിച്ചു പോവാൻ കഴിയാത്ത വിധം ചാലുകൾ തകർന്നും തോടുകൾ മാലിന്യം വന്ന് അടിഞ്ഞുകൂടിയും കിടക്കുകയാണ്. ഷട്ടറുകളിലും ചെക്ക് ഡാമുകളിലും വന്നടിഞ്ഞിട്ടുള്ള വലിയ മരങ്ങളും മറ്റും എത്രയും വേഗം നീക്കം ചെയ്തില്ലെങ്കിൽ പ്രളയ സമാന സാഹചര്യം നേരിടേണ്ടി വരുമെന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് മുന്നിലെ കരിങ്കൽ ദീപസ്തംഭവും കോൺക്രീറ്റിൽ ഉറപ്പിച്ച ഭണ്ഡാരവും കാറിടിച്ച് തകർന്നു. നടപ്പുരയ്ക്കും സുരക്ഷാ വേലിക്കും കേടുപറ്റി. ഇന്ന് പുലർച്ചെ 3:30 അപകടം. മന്ദലാംകുന്ന് പാപ്പാളി സ്വദേശി ഇർഫാനും കുടുംബവും റെയിൽവേ സ്റ്റേഷനിലെത്തി തിരികെ പോകുന്നതിനിടയിലാണ് അപകടം. മഴയത്ത് റോഡിലെ കുഴി മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. ഇരുമ്പിന്റെ സുരക്ഷാ വേലിയിൽ കുടുങ്ങിക്കിടന്ന കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് നീക്കി. തൊഴിലാളികളെ മറന്നുകൊണ്ടുള്ള ഇടതു സർക്കാരിന്റെ ആഡംബര ആഘോഷങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം തൃശൂർ DPM ഓഫീസിന് സമീപം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ അവകാശങ്ങൾ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗത്തോട് സർക്കാർ കാണിക്കുന്ന വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് INTUC നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ജില്ലാ ട്രഷറർ വിജിനി ഗോപി, KV സുമ, ഗിരിജൻ, R രജനി, ജ്ഞാനേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തോട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം കടപ്പുറത്ത് കരക്കടിഞ്ഞ ലോഹനിർമ്മിത പെട്ടി കപ്പലുകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ സൂക്ഷിക്കുന്ന പെട്ടിയാണെന്നും ഉപയോഗശേഷം ഉപേക്ഷിച്ചതാകാമെന്നും പോലീസിന്റെ നിഗമനം. ശനിയാഴ്ച രാവിലെയാണ് കരയിൽ നിന്ന് കടലിലേക്ക് വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പെട്ടി ലഭിച്ചത്. മുനക്കക്കടവ് തീരദേശ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പെട്ടി കസ്റ്റഡിയിലെടുക്കുകയാണ്. കടവലു കല്ലുംപുറത്ത് കാണാതായ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുംപുറം ചാലശ്ശേരി റോഡിൽ മേനോത്ത് വളപ്പിൽ ഷാജിയുടെ മകൻ 20 വയസ്സുള്ള അഫ്താബാണ് മരിച്ചത്. കല്ലുംപുറം ചെഗുവേര റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ BBAക്ക് പഠിക്കുന്ന അഫ്താബ് അവധിക്ക് വീട്ടിൽ വന്നതാണ്. ഇന്നലെ രാവിലെ മുതലാണ് അഫ്താബിനെ കാണാതായത്. കുന്നംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് മൃതദേഹം പുറത്തെടുത്തത്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തൃശൂരിൽ തുടക്കമായി. അക്കാദമി റീജിയണൽ തിയേറ്ററിൽ 5 ദിവസങ്ങളായി നടക്കുന്ന മത്സരത്തിൽ 10 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. ആദ്യ അവതരണമായി കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകം അരങ്ങിലെത്തി. വൈകിട്ട് ആലപ്പുഴയിൽ നിന്നുള്ള കൊച്ചിൻ ചന്ദ്രകാന്തിയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകം അരങ്ങിലെത്തും. രാജീവൻ മമ്മിളിയാണ് ഇരു നാടകങ്ങളുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി നാടക മത്സരം ഉദ്ഘാടനം ചെയ്തു. ജൂറി ചെയർമാൻ ഡോക്ടർ ഷിബു എസ് കൊട്ടാരം അധ്യക്ഷത വഹിച്ചു. അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, അക്കാദമി നിർവാഹ സമിതി അംഗം സഹീർ അലി, പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദിവസവും രാവിലെ 10:30 വൈകിട്ട് 6 2 അവതരണങ്ങളാണ് നടക്കുക. പ്രവേശനം സൗജന്യമാണ്. മത്സരം 30 സമാപിക്കും. തൃശൂർ കേരള സാഹിത്യ അക്കാദമിക്ക് മുന്നിലെ പാലമരം അപകട ഭീതിയായി മാറുന്നു. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തം. കാലവർഷത്തിന് മുന്നോടിയായി സാധാരണഗതിയിൽ റോഡരികിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റുകയോ ശിഖരങ്ങൾ വെട്ടിമാറ്റുകയോ ചെയ്യാറുണ്ടെങ്കിലും ഇത്തവണ തൃശൂർ നഗരത്തിലെ പല സ്ഥലങ്ങളിലും മരങ്ങൾ അപകടാവസ്ഥയിലാണ്. പാലസ് റോഡിൽ സാഹിത്യ അക്കാദമിക്ക് മുന്നിലെ വലിയ പാലമരമാണ് ഇപ്പോൾ അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ പടുവൃക്ഷം ശക്തമായ കാറ്റ് വീശിയാൽ ഏറെ തിരക്കുള്ള റോഡിലേക്കാകും വീഴുക. ഈ മരത്തിന്റെ ചുവട്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ് എന്നത് അപകട സാധ്യത ഇരട്ടിയാകുന്നു. കൂടാതെ സാഹിത്യ അക്കാദമി കോമ്പൗണ്ടിലെ മുളങ്കൂട്ടങ്ങളും റോഡിലേക്ക് മറിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ്. മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശുന്നതിനാൽ പാലസ് റോഡ്, ചെമ്പൂക്കാവ് പ്രദേശം ഉൾപ്പെടെയുള്ള പല ഭാഗത്തും വലിയ മരച്ചില്ലകൾ ഭീഷണിയായി മാറുന്നുണ്ട്. ഇത്തവണ കാലവർഷം പതിവിലും നേരത്തെ എത്തിയതിനാലും മുന്നൊരുക്കങ്ങളൊന്നും വേണ്ടവിധം നടത്താത്തതിനാലും
വലിയ നാശനഷ്ടമാണ് കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നത്. അപകടാവസ്ഥയിലുള്ള മരച്ചില്ലകൾ മുറിച്ചുമാറ്റി അപകട ഭീതി ഒഴിവാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശവും ബന്ധപ്പെട്ടവർ ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. TCB ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് സർക്കാർ വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു. ഇതിനകം 7.5 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകാൻ ഈ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞുവെന്നും മന്ത്രി. 1/4 ലക്ഷം തൊഴിലവസരങ്ങൾ ഒരുക്കി തൃശൂർ കോർപ്പറേഷൻ 2 ദിവസങ്ങളിലായി നടത്തുന്ന തൊഴിൽപൂരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാൽഡിയൻ സ്കൂളിൽ നടക്കുന്ന തൊഴിൽപൂരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. തൊഴിലിന്റെ പേരിൽ നിരവധി ആളുകൾ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തൊഴിൽമേള സംഘടിപ്പിക്കാൻ ഇടയാക്കിയതെന്നും വിദേശത്തു നിന്നുള്ള തൊഴിൽ ദാതാക്കളെ കൂടി കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു P. അലക്സ് വിശിഷ്ടാതിഥിയായിരുന്നു. ഡെപ്യൂട്ടി മേയർ ML റോസി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് ഖണ്ടംകുളത്തി, കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ കോപ്പറേറ്റീവ് മാനേജർ സിസ്റ്റർ ജിൻസി, ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ മുതൽ ആരംഭിച്ച തൊഴിൽപൂരത്തിൽ L&T അപ്പോളോ, MRF മണപ്പുറം ഉൾപ്പെടെയുള്ള 75ഓളം സ്ഥാപനങ്ങൾ ഭാഗമാകുന്നുണ്ട്. മഴ കാരണം ആദ്യ ദിനം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും അടുത്ത ദിവസം കൂടുതൽ പേർ എത്തുമെന്ന് പ്രതീക്ഷയിലാണ് സംഘാടകർ. TCB ന്യൂസ്, തൃശൂർ. ശങ്കരൻകുളങ്ങര ദേവസ്വത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണസമിതി പാനൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ദേവസ്വം പ്രസിഡന്റായ പ്രശാന്ത് മറുവഞ്ചേരിയും സെക്രട്ടറിയായ പ്രൊഫസർ രതീഷ് മേനോനും സ്ഥാനമേറ്റു. മങ്ങാട്ട് നന്ദകുമാർ വൈസ് പ്രസിഡന്റ്, ഗിരീഷ് മേനോൻ ജോയിന്റ് സെക്രട്ടറി, മരുതൂർ നന്ദകുമാർ ട്രഷറർ എന്നിവരാണ് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM മുൻ ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി ED കുറ്റപത്രം സമർപ്പിച്ചു. അനീതി നിറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതവുമായ കുറ്റപത്രമാണ് ED കോടതിയിൽ സമർപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് AC മൊയ്തീൻ MLA. BJP ഡീലിന്റെ ഭാഗമായി CPM മുൻ ജില്ലാ സെക്രട്ടറിമാരെ സംരക്ഷിക്കുന്നതാണ് കുറ്റപത്രമെന്ന് അനിൽ അക്കൻ. ജില്ലയിൽ മഴക്കെടുതിയിൽ പരക്കെ നാശം. തൃശൂർ ഗുരുവായൂർ പാതയിൽ റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ഇരിങ്ങാലക്കുടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്ക്. നെട്ടിശ്ശേരി ശിവപുരം റോഡിലെ 35ഓളം വീട്ടുകാർ വെള്ളക്കെട്ടിൽ. വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. ജില്ലയിൽ വീണ്ടും ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ചാലക്കുടിയെയും മാളയെയും വിറപ്പിച്ച് 10ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ വീണ്ടും കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. സ്വരാജ് റൌണ്ടിലെ കെട്ടിടത്തിന്റെ മുകൾ നിലയാണ് ഇടിഞ്ഞു വീണത്. ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴുപ്പുള്ളിക്കരയിലെ മുനിയം ബണ്ട് തകർന്നു. താന്യം കല്ലങ്കരമാട് പ്രദേശത്ത് തീരപിടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളുടെയും കാനകളുടെയും ശുചീകരണം പാളി. വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് കൌൺസിലർമാർ കുളവാഴകളും ചണ്ടിയും ചുമന്ന് മേയറുടെ ചേംബറിലേക്ക് മാർച്ച് നടത്തി. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് AIYF പ്രതിഷേധം ശക്തമാക്കുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.